കർക്കിടക മാസാചരണത്തിനോടനുബന്ധിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർക്കായി സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ പ്രത്യേക യോഗം ചേർന്നു. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർക്കായി സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ പ്രത്യേക യോഗം ചേർന്നു. സംസ്ഥാന സർക്കാരിന്റെ നാലമ്പലം പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച 10 കോടി രൂപയിൽ നിന്ന് തൃപ്രയാർ ക്ഷേത്രത്തിന് അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കാനുദ്ദേശിക്കുന്ന ദേവസ്വം സത്രത്തിന്റെ പ്ലാനും എസ്റ്റിമേറ്റും യോഗം വിശദമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് സുരക്ഷിതവും സുഗമവുമായ ദർശന സൗകര്യം ഒരുക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടെ ആവശ്യമായ ക്രമീകരണങ്ങൾ നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. തൃപ്രയാർ ദേവസ്വം ഊട്ടുപുരയിൽ നടന്ന യോഗത്തിൽ നാട്ടിക എംഎൽഎ ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, ബോർഡ് അംഗം എസ്.യു. അജയൻ, സെക്രട്ടറി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ കെ. സുനിൽകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ്.എസ്. മനോജ് കുമാർ, ദേവസ്വം മാനേജർ വിനീത, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. എങ്കിലും ഞാൻ സാക്ഷിയാണ്, തിരക്ക് വന്നു അവിടെയൊക്കെ നമുക്ക് അവർക്ക് സുതാര്യമായിട്ടുള്ള ഭക്തർക്ക് സൗകര്യം ചെയ്തു. എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും ക്യൂ പാലിക്കുന്നതിലൊക്കെ നല്ല റെസ്പെക്റ്റോടുകൂടി നമ്മുടെ ഭരണാധികാരി പെരുമാറാനും അതിനുവേണ്ടി പോലീസും അതിൻ്റെ സംവിധാനം ഒരുക്കും കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഭക്തർ പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തി അമ്പലത്തിൽ നേരത്തെ ദർശനം നടത്തി തിരിച്ചു പോകണം. അവരവർ സൗകര്യങ്ങൾ മാത്രം നോക്കും. പക്ഷെ പിന്നീടുള്ള കൺജസ്റ്റഡ് ബുദ്ധിമുട്ടുകളൊന്നും അവർ തിരിച്ചറിയും. അവരെയും കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ടീം അവർ സജ്ജമാക്കുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ അവരും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഹെൽത്തിലെ PHSC നാട്ടിക, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധർ